വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഫിഷിംഗ് ലെജൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടതാണെങ്കിൽ നോട്ടിഫിക്കേഷൻ കിട്ടുവാൻ ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗോ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ കോഴിക്കാർപ്പിൻ്റെ ഫ്രിഡ്ജ് ബോക്സ് വൃത്തിയാക്കാനുള്ള ഭയങ്കര വെള്ളമൊക്കെ ചള്ളായിട്ടുണ്ട്. അപ്പോൾ വൃത്തിയാക്കാം. ലെറ്റ്സ് ഗോ. ഫ്രിഡ്ജ് ബോക്സിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കോഴിക്കാർപ്പിൻ്റെ ഫ്രിഡ്ജ് ബോക്സിൽ ഒരു വാൽവ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്, അത് കാണാം. അപ്പോൾ നമ്മുടെ ഇതാട്ടോ വാൽവ്. ഈ വാൽവ് പിസാൻ പിടിപ്പിച്ചാട്ടോ പിന്നില്ല. അപ്പോൾ നമ്മൾ കോഴിക്കാർപ്പിനെയും പ്ലാറ്റിനെയും എല്ലാം പിടിക്കാൻ പോവാണ്. പിടിച്ചു കഴിഞ്ഞ് കാണാം. A few moments later. ഇതിനകത്തുള്ള എല്ലാ മീനും ഇതിനകത്തേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. എല്ലാം ഉണ്ട് കേട്ടോ ഗൈസിനകത്ത്. അപ്പൊ ഗൈസ് നമുക്കിനി വെള്ളം ഫുള്ള് കളഞ്ഞിട്ട് കാണാം കേട്ടോ. കോഴിക്കാർപ്പിന്റെ ടാങ്കിലെ വെള്ളമൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകാം. ടാപ്പ് ഓൺ ചെയ്യണ്ടോ? തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അപ്പം നമ്മള് ഫിസാണെങ്കിൽ ഇതെല്ലാം നന്നാ കഴുകും കേട്ടോ ഗൈസ്. തേച്ചുരച്ച് കരുകുന്നുണ്ട് ഗൈസ്. തേച്ചുരച്ച്. അപ്പൊ നമുക്ക് ഇത് ഫുള്ള് കഴുകി കഴിഞ്ഞാണ് കേട്ടോ ഗൈസ്. നന്നാ ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ഫ്രിഡ്ജോട്ട് ഇരിക്കുന്ന ആ സ്റ്റാർട്ട് കൊണ്ട് തന്നെ വെക്കാം. അപ്പൊ ഗൈസ് നമുക്ക് വെക്കാം. അപ്പൊ ഗൈസ് നമ്മൾ അത് അവിടെ കൊണ്ട് വെക്കാൻ പോട്ടോ ഗൈസ്. അപ്പൊ നമ്മൾ നല്ല ക്ലീൻ ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പൊ നമുക്ക് ഇതിനകത്ത് വെള്ളം നിറച്ച് മീനേയും കൂടി ഇട്ടാലോ. അപ്പൊ ഗൈസ് നമ്മൾ ഇവിടെ നിന്ന് കേട്ടോ കിണറുള്ള എടുക്കുന്നേ. അപ്പൊ ഗൈസ് നമ്മൾ ഇതിനകത്ത് വെള്ളം നിറയ്ക്കാം കേട്ടോ. ഇനി വെള്ളം നിറച്ച് കഴിഞ്ഞുള്ള പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ മീൻ ഇങ്ങോട്ടേക്ക് മാറ്റുക, റിലീസ് ചെയ്യുക ഇങ്ങോട്ട് ഉണ്ട് കേട്ടോ ഗൈസ്. ഈ ലെവൽ വരെയൊക്കെയാണ് വെള്ളം നമുക്ക് നമ്മൾ നിറയ്ക്കുന്നത്. ഇത്രയും വെള്ളം നിറച്ചിട്ടുണ്ട് നമ്മൾ. ബാക്കി വെള്ളം നിറച്ചിട്ട് കാണാം ഗൈസ്. അപ്പൊ ഇത്രയും വെള്ളം നിറഞ്ഞിട്ടുണ്ട്. സ്റ്റോണൊക്കെ എടുത്ത് വെക്കാൻ പോവാം. എന്ത് കോൾ. അപ്പൊ കല്ല് വരും കേട്ടോ. ഗൈസ് അപ്പൊ ബാക്കി കല്ലും കൂടെ പിസാൻ വെക്കുക കേട്ടോ. നമ്മുടെ ഏകദേശം ഇത്രയും ലെവലിലാട്ടോ വെള്ളം വരേണ്ടത്. അപ്പം ഇത്രയും ആയിട്ടുള്ളൂ. ഇനി വെള്ളം കല്ലെല്ലാം വെക്കണം കേട്ടോ ഗൈസ്. അപ്പം ഇനി കല്ലും വെച്ച് വെള്ളവും നിറച്ചിട്ട് കാണിച്ചാട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റോൺ ഡെക്കറേഷൻ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി വെള്ളം നിറച്ചിട്ട് കാണാം. നമ്മൾ ഈ അളവിന് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതും കൂടി കിട്ടുമ്പോൾ ഏകദേശം അത്ര ആയിക്കോട്ടോ. നമുക്ക് മീനെ റിലീസ് ചെയ്യാം. നമ്മളിങ്ങനെ കേട്ടോ ഗൈസ് മീനെ റിലീസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മീൻ ചത്തു. pH ഒക്കെ ഒന്ന് റെഡിയായി വരണം. അളവ് എത്രയാവുന്നുണ്ടോ ഗൈസ്? നമ്മൾ പറഞ്ഞ അളവാകില്ല. ടെമ്പറേച്ചറൊക്കെ ഏകദേശം ഒരു 15% അളവായി കേട്ടോ ഗൈസ്. നമുക്കിനി പാലിടാട്ടോ. മീനുകളൊക്കെ ഗൈസ് അപ്പൊ നമ്മൾ കുറച്ച് നേരത്തേക്ക് നമ്മളെ ഗപ്പി ടാങ്കിൽ പാലിട്ടായിരുന്നു. അപ്പൊ ഗൈസ് നമുക്ക് ഓരോ പായലായിട്ട് നമുക്ക് എടുത്തിടാം. ഇത് നമ്മളെ പായലൊക്കെ ഇട്ടു. നല്ല വലിയ പായലാണ് ഗൈസ്. ഇതിന്റെ വേരാട്ടോ ഗൈസ്. ഇതിന്റെ സൈസ് ഇച്ചിരി കൂടുതലാട്ടോ സാധാ പാലിനേക്കാളും. അപ്പൊ ചെറിയ പായലും കൂടി കിടപ്പുണ്ട്, അത് എടുത്ത് നമ്മൾ കളഞ്ഞു. പക്ഷെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളെന്ന് പറയാനില്ല. കുറച്ചും കൂടെ ഉണ്ട് കാര്യങ്ങൾ, നിങ്ങളെപ്പോഴും പറയാം ഗൈസ്. അപ്പൊ നമ്മളെ ഇന്ന് മീനിന്റെ വീഡിയോ കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്ത ഭാഗം കാണാം. ഗൈസ് നമ്മുടെ മീനിന്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത ഭാഗത്തേക്ക് കാണാം. അപ്പൊ ഗൈസ് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അപ്പൊ അടുത്ത വീഡിയോ കാണാം. സൈനിങ് ഔട്ട്.